ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ടേസ്റ്റോട് കൂടിയ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമായ ബൺ മസ്കയുടെ റെസിപ്പിയാണ്. കൂട്ടത്തിൽ അടിപൊളി ചായയുടെ റെസിപ്പിയും കൂടിയുണ്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ബണ്ണാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ആദ്യം. അപ്പോൾ ചൂടായ ഒരു ദോശ തവിയിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബണ്ണ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നന്നായി മൊരിയേണ്ട ആവശ്യമില്ല, 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ബട്ടർ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് വല്ലാതെ ലൂസാവാത്ത രീതിയിൽ നമ്മൾ കുറച്ചായിട്ട് മിൽക്ക് മെയ്ഡൊന്ന് ഒഴിച്ച് കൊടുത്ത്, കുറച്ച് കട്ടിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ ആ രീതിയിലും ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. ഈ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം, അതുവരേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയാണ് വേണ്ടുള്ളൂ. ഇനി നമുക്കിതുപോലെ ഒരു ബണ്ണെടുത്ത ശേഷം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഒരു സൈഡ് മാത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 2 സൈഡ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്കത് അതിൻ്റെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ മസ്ക് റെഡിയായി. നല്ല ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൺ മസ്ക് റെഡിയായി. ഇനി നമ്മൾ നല്ലൊരു ചായയുടെ റെസിപ്പി കൂടി തയ്യാറാക്കുന്നുണ്ട്. ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 2 ചെറിയ പട്ട ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ചതച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്കൊരു ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. ഒരു 2 ഗ്ലാസ്സായി വരണ വരേക്ക് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 2 ഗ്ലാസ്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ചായ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ്. അപ്പോൾ നമ്മുടെ ബൺ മസ്കയും നമ്മൾ തയ്യാറാക്കിയ ചായയും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടും നിങ്ങൾക്ക്.